കൊച്ചിയിൽ 4 ചക്ക വീണു പാമ്പ് ചത്തു. എന്താ ഇത് കഥ? ഏതാ ഈ ദുര്യോഗം പിടിച്ച പാമ്പ്? ആ ആർക്കും ഒരു ഇതില്ലാണ്ടായി. മകൻ അമ്മയെ കഴുത്തറുത്ത് കൊന്നു. എന്തൊക്കെയാ ഇത്? കാണാണ്ടിരിക്കുക ഭേദം. ആരോ വിളിക്കുന്നുണ്ടല്ലോ. ഹലോ വടക്കേടം, പറയൂ. എത്ര കാലമായി വിളിച്ചിട്ട്? എന്തെങ്കിലും പരിപാടിക്കൊക്കെ വിളിക്കണ്ടേ? അതിന്റെ വേളിയൊക്കെ കഴിഞ്ഞല്ലേ? ഭംഗിയായില്ലേ? എന്താ പറയൂ, എന്താ വിളിച്ച? എന്താ കാരണം? വിളിക്കാൻ കാരണം എന്താ? നാളെയോ? നാളെ ഇപ്പം അനവധി കാലം കൂടിയിട്ട് നാളെ വടക്കേ പറമ്പിൽ നാളികേരം ഒക്കെ ഏർപ്പാടാക്കിയതാ. അപ്പം നാളെ വന്നാൽ വലിയ നഷ്ടമാവും. ഇത് നാളികേരം ചെയ്യും, ആൾക്കാരൊക്കെ എടുത്തുകൊണ്ട് പോകും. പിന്നെ എത്രയാണ് ഉണ്ടായതെന്ന് എൻ്റെ കൂടെ പരിപാടിക്ക് വന്നാൽ എനിക്ക് 10 റുപ്യ കിട്ടും. ഇവിടെ 20 റുപ്യ നഷ്ടമാവും എനിക്ക്. അതെയോ? എന്നാൽ ഞാൻ എൻ്റെ ഒരു ശിഷ്യയുണ്ട്, ആ വിദ്യാലയം ഒന്ന് വിളിച്ചു നോക്കട്ടെ. അയാൾ വരികയാണെങ്കിലേ ഞാൻ അന്ന് വൈകുന്നേരം തന്നെ ഇവിടുന്ന് ബസ്സിന് കയറാം. ഒരു മിനിറ്റ്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ. ഒരു പാഹ്യന്മാർ ഈ പരിപാടി വരുമ്പോൾ ഒക്കെ കൂടി ഒരുമിച്ചാ വരിക. ഈ പാഹ്യന്മാർക്കൊക്കെ എങ്ങനെ മനസ്സിലായി ഞാൻ ഇവിടെ വെറുതെ ഇരിക്കാം? നാളത്തെ ഇപ്പം എന്താ ചെയ്യുക? ശിഷ്യനെ വിളിച്ചു നോക്കാം. ഫോൺ എടുക്കാറില്ല സ്വതവേ ആ ശ്രീകരൻ. നോക്കാം. ഇറങ്ങിയുന്നുണ്ട്. ഹലോ ഹരി, തനിക്കെന്താ പരിപാടി? എവിടെയാ? നാളെ മുട്ടുശാന്തി ഉണ്ടെന്നോ? അതൊക്കെ ശരിയാക്കാം. താൻ പെട്ടെന്ന് ഇവിടെ ഇത്രയും വരിക, എനിക്ക് അർജൻറ്റായിട്ട് കാണണം. വേഗം ഇപ്പോൾ എത്തണം, 10 മിനിറ്റ് കൊണ്ട് എത്തണം. ആയിക്കോട്ടെ. ഓടി വരിക. നാളികേരത്തിന് എന്താണോ വില? 43 റുപ്യ കിലോ. നഷ്ടമാണ്. എന്നാലും ഒരു തെങ്ങ് കയറിയാലേ. ഗുരു നമസ്കാരം. എന്താ വിളിച്ചേ? വന്നോ? കയറി വരൂ. നാളികേരത്തിന് എന്താ വില നോക്കട്ടെ. ഈ ഹോർമൂസ് കടലെടുക്കുക. നമസ്കാരം. ഒന്ന് വേറെ ഒരു അർജന്റ് പണിയുണ്ട്. എന്തായാലും നാളെ തനിക്ക് ഇപ്പൊ എന്താ ഏർപ്പാട്? നാളെ മുട്ടശാന്തി ഉണ്ട്, അത് കേട്ടുണ്ട്. അത് 7 മണിയാകുമ്പോഴേക്ക് പോയാൽ 8 മണിയാകുമ്പോൾ തിരിച്ചെത്തില്ലേ? നാളെ എനിക്ക് അർജന്റായിട്ട് തൃശ്ശൂർ വേളിയേൽപ്പിക്കാൻ പോകാണ്ട്. വടക്കേടം വിളിച്ചതാ. അത് ശരി. അയാൾക്ക് 4 ദിവസത്തെ വേളിയായിട്ട് അയാൾ ഇങ്ങനെ ഇരിക്കുക. അപ്പം നാളെ നമുക്ക് വടക്കേ പറമ്പിലെ നാളികേരം ഇടണം. തേങ്ങ ഇടാനുള്ള ഏർപ്പാടൊക്കെ വേലായുധം വേണം. പിന്നെ അതൊക്കെ കൽപ്പിച്ചു വിട്ട ഒരാൾ വേണം, ഒരു സ്ത്രീ വേണം, വിറകൊക്കെ പെറുക്കാൻ ഒരു സ്ത്രീ വേണം. പിന്നെ അർബാന ഒന്ന് എടുത്തോളുണ്ടോ? തേങ്ങ പൊളിക്കണം. അർബാന വാടകയ്ക്ക് വാങ്ങിക്കോളൂ. അതെ. വണ്ടിക്കൂലി ഓട്ടോറിക്ഷ ഒരു 2000-3000 തേങ്ങ ഉണ്ടാവും. അപ്പൊ വലിയ വണ്ടി വിളിക്കേണ്ടി വരും. അപ്പൊ താനേറ്റല്ലോ. എന്തൊക്കെയാ വേണ്ടെച്ചാല് അതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ എഴുതി ഞാൻ തരാം. എല്ലാവർക്കും ചായ വാങ്ങിക്കൊടുക്കണം. താൻ ശ്രദ്ധിക്കണം, തന്റെ പ്രത്യേക കണ്ണ് വേണം. ആയിക്കോട്ടെ. അത് ഞാൻ കംപ്ലീറ്റ് ഞാൻ ആയിക്കോളൂ. എന്തായാലും 12 കഴിഞ്ഞിട്ടല്ലേ വരൂ. എന്നുവെച്ചാൽ എന്റെ ശാന്തി 8 മണിക്ക് കഴിയും. ആയിക്കോട്ടെ. പിന്നെ അത് നോക്കി ഞാനുള്ള പോലെ ഇന്ന പോലെ പെരുമാറിക്കൊള്ളാം. ആയിക്കോട്ടെ. നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാളികേരം പറിച്ചാ ഇപ്രാവശ്യം എത്രയാ ചെലവ്? ചെലവോ എന്താ ഭഗവാൻ? ഇത് അബലല്ലേ ഒരു നാളികേരം? ഈ വൃത്തികെട്ട ഹരി, ഇത് മുഴുവൻ പെറുക്കിയില്ലേ താൻ? ഒരു ഉത്തരവാദിത്തമില്ലാത്ത ശ്രീകരം. എന്തൊക്കെയാ ഇവനൊക്കെ ഒരു പണി ഏൽപ്പിച്ചാൽ അത് മുഴുവനായിട്ട് ചെയ്യില്ല. ഉത്തരവാദിത്തമില്ലാണ്ട് എവിടെയും പോയിരിക്കും. ഇങ്ങനെയുള്ള ഒരു സാധനം. ഹരിയേ, എവിടെയാണോ താൻ? ഇവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞ് പോയതല്ലേ? ഇങ്ങനെയുള്ള ഒരു ശ്രീകരം പിടിച്ചൊരു ജന്തു, യാതൊരു ഉത്തരവാദിത്തം. ഇപ്രാവശ്യം വേലായുധനല്ലല്ലോ, ഏതൊരു ബംഗാളി പാൻസൊക്കെ ഇട്ടൊരു ബംഗാളിയാണല്ലോ കാണുന്നത്. ആരാ ഒന്ന് നോക്കണല്ലോ. आला वेलायदा अल्ले वेलायदा अल्ले भाई इधर आ जाओ, नीचे आ जाओ। कौन है तू? हरी बुलाया क्या? हरी कहाँ है? इधर आओ, नीचे आओ, देखता हूँ कौन है। मुंह दिखाओ, कौन है? इधर आओ नीचे। ഭഗവാൻ അറിയാം. പിന്നെ ഹരി ഏർപ്പാടാക്കിയോ നല്ല കട്ടുണ്ടോവാണോ ഭഗവാനെ? എന്തൊക്കെ ഏർപ്പാടുകളാ. ഞാനൊരു ദിവസം ഇവിടെ ഇല്ലാണ്ടായാലും മുഴുവൻ നശിപ്പിക്കല്ലോ. ഇതർ ദേഖോ ഭഗവാനെ, ഇയാൾ 12 മണി കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞല്ലേ? അതല്ലേ ഞാൻ ആകെ കുറവായില്ല. ഇന്ത്യ എന്നിട്ട് അറിയില്ലല്ലേ, മുഖംമൂടി മാറ്റാൻ ആകെ കുറവായി. ക്യാ ബാത് കർ രഹേ തൂ? കോൺ ഹേ ഇത്? ഏതാ ഈ ബംഗാളി? എടാ ഹരി, കള്ള വെടുക്കൂസ് ഹരിയാണല്ലേ ഇത്? ഇതുണ്ട് പരിപാടി. എന്നെ പറ്റിച്ച് ഇങ്ങനെ പറ്റിക്കോ അല്ലേ?
ഹരിയേ അപ്പൊ വേലായുധൻ എവിടെയോ? അത് ഞാൻ തന്നെയാണ് കേട്ടാ, വേലായുധൻ താൻ തന്നെയാ? ഞാൻ തന്നെ. അപ്പൊ ഈ തേങ്ങയൊക്കെ അടുപ്പിച്ചു കൂട്ടാൻ വിളിച്ചാലോ? അത് ഞാൻ തന്നെയാണ്. അപ്പം ഈ വിറകിരുത്തനാൻ വന്ന സ്ത്രീയോ? അതും ഞാൻ തന്നെ. അതും ചെയ്യാതെ ഭഗവാൻ. അപ്പൊ അർബാന ആരാണ്? അർബാന എവിടെയാ? അർബാനി പൊളിക്കലൊക്കെ ഞാൻ തന്നെയാണ്. ഞാൻ ഇവനെ പൂജ പഠിപ്പിച്ചു, പിശുക്ക് പഠിപ്പിച്ചു, എല്ലാ വിദ്യകളും പഠിപ്പിച്ചു. പക്ഷെ ഈ തെങ്ങിൽ കയറാനുള്ള വിദ്യ ഞാൻ പഠിപ്പിച്ചില്ല. ഇത് എവിടുന്നോ വശാക്കിണ്ട് വിദ്വാൻ. തെങ്ങ് നിന്റെ കാര്യം പോക്കാ. ഇങ്ങനെയുള്ള ശിഷ്യന്മാരുണ്ടായാലേ കലികാലം. എന്താണ് എന്താ പറയാ?